ഈ CPM ശാന്തമായിട്ട് പുറമേ തോന്നുന്നു എങ്കിലും ഉള്ളിൽ പുകയുകയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ പിണറായിക്ക് ശേഷം ആര് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. പക്ഷേ അകം പുകഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. എവിടെ എത്തുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഈ സമ്മേളനം വളരെ ഭംഗിയായിട്ട് കലാശിച്ചു എന്ന് പറഞ്ഞ് ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പൊതുയോഗത്തിന് എല്ലാവരും തയ്യാറെടുപ്പും ജാഥയൊക്കെ നടത്താനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോഴാണ് ഒരു അശനിപാതം പോലെ പത്മകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. 52 വർഷത്തെ തൻ്റെ രാഷ്ട്രീയ ജീവിതം വ്യർത്ഥമായിരുന്നു. വീണ ജോർജ് എന്ന് പറഞ്ഞ ഒരു നേതാവ്, 8-9 വർഷത്തെ പരിചയം മാത്രമുള്ള ഒരു നേതാവ് ഒറ്റയടിക്ക് വന്ന് മന്ത്രിയായി എന്ന് മാത്രമല്ല, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രത്യേക ക്ഷണിതാവായി മാറി എന്നും അതൊരു നിസ്സാര കാര്യമല്ലത്. അപ്പോൾ ശക്തമായ വാണിങ് എം വി ഗോവിന്ദൻ കൊടുത്തു. എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ പത്മകുമാറൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ AK ബാലൻ വന്നത്. AK ബാലൻ എന്നല്ലേ മാർത്താണ്ഡോറിനെ പറയുന്ന പോലെ അടിയൻ ലജ്ജിപ്പോവും എന്ന് പറഞ്ഞ് എടുത്ത് ചാടി പിന്നെ പത്മകുമാറിനെതിരായിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. പക്ഷെ അതുകൊണ്ടൊന്നും തീരുന്നൊരു പ്രശ്നമല്ല ഇത് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് ആ നിമിഷം തന്നെ അച്ചടക്ക നടപടി വരണ്ടേ? ഇതുവരെ അച്ചടക്ക നടപടിയൊന്നും പത്മകുമാറിനെതിരായിട്ട് വന്നില്ലല്ലോ. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം പത്മകുമാർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഈ വീണ ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ ഒരുപാട് നേതാക്കന്മാരെ ബൈപ്പാസ് ചെയ്ത് ഇവിടേക്ക് വരാനുള്ള, അതായത് പ്രത്യേക ക്ഷണിതാവായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാനുള്ള റീസൺ എന്താണ്? അതിന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ മറുപടി, ഒരാളെ നേതാവായിട്ട് എടുക്കണമെങ്കിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ മെറിറ്റ് നോക്കും, പിന്നെ അതിൻ്റെ മൂല്യം നോക്കും. അതാണ് ഗോവിന്ദൻ മാസ്റ്റർ അതിന് കൊടുത്ത ഏറ്റവും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംവിധാനത്തിൽ അദ്ദേഹം താത്വികാചാര്യൻ കൂടെയാണ്. കാരണം എല്ലാത്തിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. കേരളിനെ കുറിച്ചുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ട്. അപ്പോൾ നേതാക്കന്മാരെ സെലക്ട് ചെയ്യുന്നതിനും അദ്ദേഹത്തിൻ്റെ ഒരു ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് ഒരു സംഘടനാ രീതി അനുസരിച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുത്താണ്. അതാണ് മെറിറ്റും മൂല്യവും. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞ വളരെ സിമ്പിളാണ്. വീണ ജോർജിനുള്ള മെറിറ്റോ മൂല്യമോ പത്മകുമാറിനില്ല. അതുകൊണ്ട് പത്മകുമാർ കൊടുക്കായിരുന്നു. ഇനി പത്മകുമാറിനെ നമുക്ക് മാറ്റി നിർത്താം. പത്തനംതിട്ട ജില്ലയിലെ മറ്റ് പിന്നെ CPMൻ്റെ നേതാക്കന്മാരെ എടുക്കാം. പത്തനംതിട്ട ജില്ലയിൽ 6 പ്രാവശ്യം റാന്നിയിൽ നിന്ന് ജയിച്ച് വന്ന ആളാണ് രാജു എബ്രഹാം. റാന്നിയിലെ ജ്യോതി ബസു എന്നാണ് അറിയപ്പെടുന്നത്. റാന്നിയിലെ ജ്യോതി ബസുവാണ് രാജു എബ്രഹാം. അദ്ദേഹം പാർട്ടിക്ക് അതീതമായി എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. അതുകൊണ്ടാണ് ജയിച്ച് വരുന്നതൊക്കെ. അപ്പം റാന്നി എന്ന് പറഞ്ഞൊരു CPMൻ്റെ കോട്ടയൊന്നുമല്ല, അങ്ങേക്കറിയാമല്ലോ, പത്തനംതിട്ട ജില്ലക്കാരൻ. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ് ഒരാളാണല്ലോ നാരായണൻ. അപ്പോൾ അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ശക്തിയല്ലല്ലോ, അത് CPMൻ്റെ ഒരു ശക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, 6 പ്രാവശ്യം MLA ആയിരുന്ന രാജു എബ്രഹാമിനെ മന്ത്രിയാക്കിയില്ല. 2016 പ്രതീക്ഷിച്ചതാ. അല്ല, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് വീണ ജോർജ് മന്ത്രിയാണ്. അപ്പം അതിനർത്ഥം എന്താ? വീണ ജോർജിനുള്ള മെറിറ്റോ മൂല്യമോ രാജു എബ്രഹാമിനില്ല. അതുകൊണ്ടല്ലേ മന്ത്രിയാക്കാതിരുന്നത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാപരമായ ചർച്ചയിൽ നമ്മൾ വിശകലനം ചെയ്താൽ എത്തിച്ചേരുന്ന കാര്യം അതല്ലേ. ഇനി വേറെ ഒരാളുണ്ട് അവിടെ പത്തനംതിട്ട ജില്ലയിൽ. അദ്ദേഹത്തിന് ഒരു ഓമല്ലൂർ ശങ്കരനാണ്. ഒരു പക്ഷേ അങ്ങേക്കറിയായിരിക്കും, പത്തനംതിട്ട ജില്ലക്കാരനാണ്. ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത നല്ല സമർത്ഥനായ അഭിഭാഷകനാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഓമല്ലൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സജീവ സാന്നിധ്യമാണ് ഈ ഓമല്ലൂർ ശങ്കരൻ. അദ്ദേഹം വളരെ സജീവമാണ് അവിടെ. അദ്ദേഹത്തിന് ഒരു കാര്യത്തിലും പരിഗണിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ വീണ ജോർജുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ മൂല്യവും മെറിറ്റും അതിനേക്കാൾ കുറവാണ് ഓമല്ലൂർ ശങ്കരൻ. പിന്നെ വേറെ ചില ആളുകളും പത്തനംതിട്ട ജില്ലയിലുണ്ടായിരുന്നു. അതായത് അമൃതം ഗോകുലൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഒരു വനിതാ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അന്നുണ്ടായിരുന്നു. ഞാൻ 20 കൊല്ലം പത്തനംതിട്ട ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച ആളായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. ഈ നേതാക്കന്മാരൊക്കെ എനിക്ക് അറിയാവുന്ന ആളുകളായിട്ട് ഞാൻ അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം. അവരെവിടെ എത്തിയായിട്ട് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ സാലി ജോർജ് എന്ന് പറഞ്ഞ്, സാലി ജോർജ് ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ആളാണ്. വീണ ജോർജും ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ആളാണ്. സാലി ജോർജ് കോന്നിയിലെ വളരെ പ്രശസ്തമായ ഒരു ക്രൈസ്തവ കുടുംബത്തിലെ അംഗമാണ്. സാലി ജോർജിനെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഈ മെറിറ്റും മൂല്യവും അതിനൊരു ഡെഫിനിഷൻ വേണ്ടേ?
നേതാവിന് തോന്നുന്ന മെറിറ്റും നേതാവിന് തോന്നുന്ന മൂല്യവുമാണ് വീണ ജോർജിനെ അവിടെ എത്തിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. പക്ഷേ ഈ മെറിറ്റും മൂല്യവും ഇന്നല്ലെങ്കിൽ നാളെ അണികളോടെ അവർ വിശദീകരിക്കേണ്ടി വരും. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ചില നേതാക്കന്മാർ ഒരു പാർട്ടിക്ക് ആസ്തിയാകും. ചില നേതാക്കന്മാർക്ക് പാർട്ടിക്ക് വലിയ ആസ്തിയായിരിക്കും. ഉദാഹരണത്തിന് ജി സുധാകരൻ ഇപ്പോൾ ഒഴിച്ചു നിർത്തിയിരിക്കുമെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയൊരു ആസ്തിയാണ്. കാരണം കയ്യിൽ കറപുരളാത്ത ഒരു PWD മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്തെല്ലാം അഴിമതി നടത്താം. ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ലീഡറല്ലേ. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു, കവിയാണ്, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ തന്നെ ഗോവിന്ദൻ രക്തസാക്ഷിയാണ്. അപ്പം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് തൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള അഭ്യസ്തവിദ്യനും വളരെ കുലീനനും ആയ ഒരു നേതാവാണ് ജി സുധാകരൻ. ജി സുധാകരന് CPM സംബന്ധിച്ചിടത്തോളം ഒരു ആസ്തിയാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ വീണ ജോർജ് 9 വർഷമേ ഉള്ളൂ ഇവിടെ വന്നിട്ട്. വീണ ജോർജ് ഒരു പത്രപ്രവർത്തകയായിരുന്നു. വീണ ജോർജിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനം നോക്കിയാൽ ഇന്നലെ ഡൽഹിയിൽ പോയി വന്ന് ക്യൂബൻ പ്രതിയെ കണ്ടിട്ട് വരെ ഉള്ള പ്രവർത്തനം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം നിസ്സംശയം പറയാം, വീണ ജോർജ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരു ബാധ്യതയാണ്. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം 2026 മനസ്സിലാവും. വീണ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് പറയുകയല്ല, ഞാനൊരാളെ നിരീക്ഷിച്ചിട്ട് പറയുന്നൊരു കാര്യമാണ്. വീണ ജോർജിനെ കൊടുത്ത ഈ എലിവേഷൻ, ഈ എല്ലാവരെയും ബൈപ്പാസ് ചെയ്തുകൊണ്ടുള്ള ഒരു എലിവേഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിന് വലിയ ഭംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേഡറിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ സാറ് അവിടെ ചെന്നിട്ട് ഒരാളോട് ചോദിച്ചപ്പോൾ അത് വരട്ടെ പോട്ടെ എന്നൊക്കെ പറയും. പക്ഷേ നിസ്വാർത്ഥമായിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നിരവധി പ്രമുഖരായ ആളുകളെ, യോഗ്യതയുള്ള ആളുകളെ, പൊതുസമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ മൂല്യവും മെറിറ്റുമുള്ള ആളുകളെ ഒഴിച്ചു നിർത്തിയിട്ട് അത്തരം ഒരു മൂല്യമോ മെറിറ്റോ ഇന്ന് വരെ പ്രൂവ് ചെയ്യാൻ കഴിയാത്ത ഒരാളെയാണ് അങ്ങോട്ട് അവരോധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശൈലജ ടീച്ചർ, KK ശൈലജ ടീച്ചറും വീണ ജോർജുമായിട്ടുള്ള പെർഫോമൻസ്, മന്ത്രിസഭയിൽ ഒരേ പാർട്ടിക്കാരാണ്. ശൈലജ ടീച്ചർ ഇവിടെ നിൽക്കുന്നു, വീണ ജോർജ് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ വന്നിരിക്കുന്ന സംഭവം. ഇപ്പോൾ പത്മകുമാറിൻ്റെ പ്രതികരണം, ആ പത്മകുമാറിൻ്റെ പ്രതികരണം, നമ്മുടെ ഇംഗ്ലീഷിലൊരു പ്രയോഗം ഉണ്ടല്ലോ, സ്നോ ബോളിങ്. പത്മകുമാർ അവിടെ വന്നു, ഒരു വിഷയത്തിൻ്റെ പേര് നടപടിയെടുക്കട്ടെ. അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ CPM ഒരു സ്ഫോടനം നടക്കും, ഒന്നും നടക്കത്തില്ല, ഒരു കുന്തും നടക്കില്ല, ഒരു ചുട്ടാമ്പോടങ്ങും നടക്കില്ല. പക്ഷേ പത്മകുമാറിൻ്റെ നിലപാട് സ്നോബോൾ ചെയ്യും എന്നാണ് ഞാനീ പറഞ്ഞത്. ഇപ്പം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ആലപ്പുഴ ജി സുധാകരൻ മാറി, മൂല്യവും മെറിറ്റുമുള്ള സജി ചെറിയാനാണ് എന്ന് അവിടുത്തെ അതിന് മൂല്യമുണ്ട്, മെറിറ്റുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദൃഷ്ടിയിലാണ് ഞാൻ പറഞ്ഞത്. കോട്ടയം ജില്ലയിലോട്ട് പോയാൽ വളരെ മൂല്യവും മെറിറ്റുമുള്ള ഒരാളാണ് വാസവൻ. വാസവനുള്ള മൂല്യവും മെറിറ്റോ സുരേഷ് കുറുപ്പിനില്ല. കണ്ണൂരോട്ട് പോയാൽ ഒരു മൂല്യവും ഒരു മെറിറ്റുമില്ല P ജയരാജന്. തോമസ് ഐസക് നിശബ്ദനാണ്. പക്ഷേ തോമസ് ഐസക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തോമസ് ഐസക് ഒരു ജനകീയ നേതാവല്ല. തോമസ് ഐസക്ക് ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ബൗദ്ധിക തലത്തിൽ നിൽക്കുക. അദ്ദേഹം ബൗദ്ധിക തലത്തിലും അദ്ദേഹം സ്വയം പ്രഖ്യാപിത സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ വേറെ ആരും അദ്ദേഹം അങ്ങനെ സാമ്പത്തിക വിദഗ്ധനാണെന്ന് പ്രഖ്യാപിച്ച് എനിക്കറിഞ്ഞൂടാ. അദ്ദേഹം അങ്ങനെ പല ഗിമിക്സുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനപ്പുറത്തോട്ട് തോമസ് ഐസക്ക് ഒരു ജനകീയമായ അടിത്തറയൊന്നുമില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വാധീനവുമില്ല. ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ ജനകീയ അടിത്തറ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അസംതൃപ്തി അങ്ങ് സൂചിപ്പിച്ചതുപോലെ സ്നോബോൾ ചെയ്യുകയാണ്. ആ സ്നോബോളിങ് ഈ പ്രസ്ഥാനത്തെ എത്രമാത്രം പ്രതികൂലമായി ബാധിക്കും എന്ന് നമ്മൾ അറിയണമെങ്കിൽ 26 തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴല്ലേ നമുക്കത് അറിയാനൊക്കുള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു സമൂഹത്തിൻ്റെ ട്രെൻഡ് നമ്മളൊന്ന് പരിഗണിച്ചാൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിയാൽ, ഡെമോഗ്രഫി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അസംതൃപ്തി ഇന്നിപ്പോഴേ ചാരം മൂടി കിടക്കുകയാണ്. ഈ അഗ്നിപർവ്വതം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിക്കുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെ പുക വമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആളുകൾക്കറിയാം അത് ഏകദേശം എന്നത്തേക്ക് പൊട്ടിത്തെറിക്കും എന്നുള്ള കാര്യം. ഒരു സ്ഫോടനത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതെല്ലാം മുന്നക്കൂട്ടി കണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ പാർട്ടി നേതൃത്വം പല പ്രതിരോധ നടപടികളും കൈക്കൊള്ളുന്നത്. പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികൾക്ക് പാർട്ടിയെ സംരക്ഷിച്ച് നിർത്താൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഈ നവീൻ ബാബുവിൻ്റെ മരണവും പത്തനംതിട്ടയിലെ പാർട്ടിയിൽ വലിയൊരു കണ്ണൂർ ഘടകത്തോടൊരു അതൃപ്തി തന്നെ ഉണ്ടാക്കിയിട്ടില്ല. വളരെ പ്രകടമാണല്ലോ. പത്തനംതിട്ട ജില്ലയിലെ
CITUവിൻ്റെ നേതാവാണ് മലയാലപ്പുഴ മോഹൻ. മലയാലപ്പുഴ മോഹൻ വളരെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞല്ലോ, ഇല്ലെങ്കിൽ കേസ് കൊടുക്കാൻ അവരെ ഉപദേശിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന്. ഗോവിന്ദ മാഷ് അവിടെ ചെന്ന് ഞാൻ അറിഞ്ഞത് ഗോവിന്ദ മാഷ് വെള്ളം കുടിച്ചു എന്നാണ്. ഈ BP ദിവ്യയെ ന്യായീകരിക്കാൻ വന്ന ആളുകൾ പറഞ്ഞു പോയി ജോലി നോക്കാൻ പറഞ്ഞു. അന്നിവിടെ വേണ്ട, അന്ന് പോയി ജോലി നോക്കാൻ പറഞ്ഞു. പുറമേ അദ്ദേഹം ശക്തനായിട്ട് കാണുന്നെങ്കിലും അദ്ദേഹം ശക്തനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ പാർട്ടിക്കാർക്കൂടെ ശക്തനായിട്ട് തോന്നുന്നുണ്ടായോ? പാർട്ടിക്കാരത്ര സീരിയസ് ആയിട്ട് ഗോവിന്ദ മാഷെ എടുത്തിട്ടില്ല. പാർട്ടിക്കാരെ ഒരു ശക്തനായ ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ടും ഗോവിന്ദ മാഷെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഗോവിന്ദ മാഷിനെ നേരിടേണ്ടി വന്നു. പിന്നെ മറുപടി പറഞ്ഞു അദ്ദേഹം. കാരണം മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അതിന് മറുപടി വരത്തില്ല. ഗോവിന്ദ മാസ്റ്റർ മറുപടി പറഞ്ഞാൽ പ്രശ്നം അതോടെ തീരും. ഗോവിന്ദ മാസ്റ്റർ മറുപടി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ച് നിൽക്കുക. പക്ഷേ പിന്നെ കളിയില്ല, അവിടെ നിൽക്കുകയാണ്. തുടർന്ന് മാച്ച് നടക്കാഞ്ഞത് കൊണ്ടാണ് ഗോവിന്ദ മാസ്റ്റർ ജയിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ഗോവിന്ദ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സ്ഥിതി. PP ദിവ്യയുടെ പ്രശ്നം വലിയ ശക്തമായ അസംതൃപ്തി പാർട്ടി കേഡറിലും പൊതുസമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊതുസമൂഹം ഒരു പാർട്ടിയെ നേതാവിനെ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം നിൽക്കുന്നത്. പൊതുസമൂഹം വലിയ അംഗീകരിക്കേണ്ടത്. പാർട്ടിയിൽ 5 ലക്ഷം മെമ്പർമാരുണ്ട്. 5 ലക്ഷം പേര് വോട്ട് ചെയ്താൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റും. 3,30,00,000 ജനങ്ങളുള്ളിടത്ത് 5 ലക്ഷം പേരുണ്ട്. കുറച്ച് ബ്രാഞ്ച് കമ്മിറ്റിയുണ്ട്, ലോക്കൽ കമ്മിറ്റി ആയിക്കോട്ടെ. അതൊക്കെ ഒരു അടിസ്ഥാനപരമായ ജോലിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ജനങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന, ജനങ്ങളെ സ്വാഗതം ചെയ്യുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന, ജനങ്ങൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റിനും പാർട്ടിക്കല്ലേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അത് നമുക്കറിയണമെങ്കിൽ 2026 വരെ കാത്തിരുന്നില്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങ് ചോദിച്ചതുപോലെ പുറമേ വളരെ ശാന്തമായി കാണുന്നു എങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി വളരെ ശക്തമായ പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധിയെ ഒന്നിനു പുറകെ ഒന്നായിട്ട് എങ്ങനെ മറികടക്കാൻ അവർ കഴിയും എന്ന് കാത്തിരുന്ന് കാണണം. നമ്മളീ പറയുന്ന കണ്ണൂർ ലോബി തന്നെ ദുർബലമായി കഴിഞ്ഞു. ധർമ്മടത്ത് തന്നെ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് മാറി. K. സുധാകരൻ മത്സരിച്ച പലയിടത്തും വലിയ തോതിലാണ് സുധാകരന് വോട്ട് പോയത്. വടകര ശൈലജ ടീച്ചർ ജയിച്ചായിട്ട് പ്രഖ്യാപിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഷാഫി പറമ്പിൽ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചെന്ന് നമുക്കറിയാം. അത് മുസ്ലിം വോട്ട് കൊണ്ട് മാത്രമാണ്, ഒന്നുമല്ല. വടകര പൊതുസമൂഹത്തിൻ്റെ വോട്ടാണ് പിന്നെ ഷാഫി പറമ്പിലിന് കിട്ടിയത്. അല്ല, ഷാഫി പറമ്പിനെ അങ്ങനെ ഒരു മുസ്ലിം നേതാവായിട്ടൊന്നും ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. അതേ മുസ്ലിം എന്നൊരു നേതാവായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുമല്ല, അങ്ങനെ അല്ല താനും. അതേ ഒരു സെക്കുലർ നേതാവ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസിനകത്ത് വളർന്നു വരുന്ന ഒരു യുവനിരയുണ്ട്. അതായത് ഇപ്പോൾ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ ഈ നമ്മുടെ ഇയാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ കുറേ നല്ല യുവാക്കൾ കോൺഗ്രസ്സിൽ വരുന്നുണ്ട്. അവരുടെ ഒരു വളർച്ച കോൺഗ്രസ്സിന് പ്രതീക്ഷ കൊടുക്കുമെങ്കിലും അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ദുർബലമാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്തായാലും വേര് ചീഞ്ഞു പോയിരിക്കുന്ന മരമാണ്. തളിർപ്പ് 1, 2, 3 ഇലയൊക്കെ തളർത്ത് നിൽക്കുന്ന പോലെയുള്ള, അത് അതിവേഗം തകർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ്സിന് ഇങ്ങനെ കോൺഗ്രസ് നിൽക്കാൻ പറ്റില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോയി, അത് ഇറ്റാലിയൻ കോൺഗ്രസ് ആയല്ലോ, അതോടുകൂടി ആ പാർട്ടി പോയി. പക്ഷേ എങ്കിലും ആ പാർട്ടിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞ ജനക്കൂട്ടത്തിന്, അതൊരു ജനക്കൂട്ടമാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു കേഡർ സിസ്റ്റമുള്ള പാർട്ടിയാണ്. എന്ത് പ്രതിസന്ധി വന്നാലും കൃത്യമായിട്ട് അവർക്കൊരു കേഡറുണ്ട്. കോൺഗ്രസ് അങ്ങനെയല്ല, ഒരു ആൾക്കൂട്ടമാണ്. അപ്പോൾ ആൾക്കൂട്ടത്തിനെ പിടിച്ചു നിൽക്കാൻ കുറച്ചു കാലത്തേക്ക് കഴിയുന്ന നേതാക്കന്മാർ അതിന് വന്നിട്ടുണ്ട്. എങ്കിലും 2026 ആൾക്കൂട്ടമായാലും കേഡറായാലും ശരി, വോട്ടിന് ഒരു പൗരന് വോട്ടിൻ്റെ ഒരു മൂല്യമേ ഉള്ളൂ. അതുകൊണ്ട് എത്ര വോട്ട്, എങ്ങനെ ഇവർക്ക് എത്ര ശതമാനം വോട്ട് CPMന് പിടിക്കാൻ കഴിയും, എത്ര സീറ്റുകൾ ജയിക്കാൻ കഴിയും, ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമോ, അതോ ബംഗാളിലെ വിധിയാണോ കേരളത്തിൽ പാർട്ടിയെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ 2026 വരെ നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സ്നോ ബോളിങ് തുടങ്ങിക്കഴിഞ്ഞു. അതെത്ര ശക്തമായ പ്രഹരശേഷി കൊടുക്കുന്ന സ്നോ ബോളിംഗ് ആണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.